എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരാമെന്നുള്ളത്. ഞാൻ 49 ദിവസം റെസ്റ്റ് എടുത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഓരോ ആഴ്ച എനിക്ക് ചെക്കപ്പ് വെക്കും, എന്റെ കണ്ടീഷൻ ഡോക്ടർ നോക്കും, എന്നിട്ട് പറയും ഇപ്പൊ കയറ്റാൻ പറ്റില്ല എന്ന് പറയും. അങ്ങനെ ആദ്യം ഈസ്റ്ററിന് കയറണമെന്നുണ്ടായിരുന്നു, പിന്നെ വിഷുവിന് കയറണമെന്നുണ്ടായിരുന്നു, പിന്നെ അടുത്ത വീക്കിൽ കയറണമെന്ന് പറ്റിയില്ല. പിന്നെ എനിക്ക് 50 ദിവസത്തിന് മുന്നേ കയറുന്നത്, കാരണം 50 ദിവസം കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തിട്ടുണ്ടിരുന്നത്. എന്റെ ഡയറ്റും കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതായിരുന്നു ആ സമയത്ത് എനിക്ക് ഡോക്ടർ നിർദ്ദേശം തന്നത്. എനിക്ക് അങ്ങനെ ദീവാനുഗ്രഹിച്ച് ചെയ്യാൻ വേണ്ടി പറ്റി, തിരിച്ച് കയറാൻ വേണ്ടി പറ്റി. തിരിച്ച് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മൾ അവിടെ കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ റെസ്റ്റ് എടുക്കുന്ന പോലെയല്ല, സംസാരിക്കേണ്ടി വരും, നമ്മൾ രാവിലെ നമ്മുടെ എണീക്കേണ്ടി വരും. അപ്പൊ എന്റെ ഉറക്കമൊക്കെ എനിക്ക് പിന്നെയും പ്രോബ്ലം ആയി. ഫുഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൃത്യമായിട്ട് അങ്ങനെ വരണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് പിന്നീട് ഉണ്ടായപ്പോഴത്തേക്കുമാണ് എനിക്ക് വീണ്ടും ഒരു ഇൻഫെക്റ്റഡ് ആയത്. അതിനകത്ത് വെച്ചിട്ട് ഹോട്ടൽ ടാസ്കിനിടയിൽ ഇൻഫെക്ഷൻ വന്നു. അപ്പൊ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വീണ്ടും എനിക്ക് വീണ്ടും നിൽക്കണമെന്ന് ആവശ്യപ്പെട്ട ബലത്തിൽ അങ്ങനത്തെ രീതിയിൽ അവരെനിക്ക് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് മെഡിസിൻസിലൂടെ ഒന്ന് നോക്കാൻ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് മെഡിസിൻസിലൂടെ ഞാൻ വീണ്ടും ട്രൈ ചെയ്തിട്ടാണ് അവിടെ നിന്ന് സത്യം പറഞ്ഞത്. ആരും മാറി കിട്ടാ സോഞ്ചേട്ടാ അതെ എന്താണ് ബ്രോ? ഓക്കെ, ഞാൻ എന്റെ പേര് പണിക്കരനാണ്. എന്റെ 24 വർഷത്തെ ഒരു സ്റ്റുഡന്റ് ആണ് മിസ്റ്റർ ജിൻഡോ. എന്റെ കഠിനാധ്വാനത്തോടുകൂടി ഈ കെയിം അപ്പ് ലൈക്ക് ദാറ്റ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരു എവിടെ പോയാലും ആരോടും പ്ലീസ് ചെയ്യാനുള്ള ഒരു ദൈവം അനുഗ്രഹം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ. ഓക്കെ, അവൻ ഇന്ന് പ്രൂവ് ചെയ്തതിന്റെ ആ തെളിവാണ് ഇന്ന് ബിഗ് ബോസിൽ 1ാം സ്ഥാനം. ദാറ്റ് ക്രെഡിറ്റ് ഗോസ് ടു our Kerala State Bodybuilding Association. Not ജനിച്ച് എന്റെ ഷോയർ ഡബിൾ ബൈസെപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പണിക്ക് സാർ പറയുന്നത് ഫസ്റ്റ് പിടിച്ചേക്കണേ. ഇന്ന് വരെ ആ അസോസിയേഷന് മാറാണ്ട് KSDB എന്നുള്ള അസോസിയേഷനിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്ത എല്ലാ നാട്ടുകാർക്കും, എല്ലാ ആൾക്കാർക്കും, എന്റെ ജിമ്മില് മറ്റുള്ള ആൾക്കാരെല്ലാവരും എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്റെ നാട്ടുകാര്, എല്ലാ സുഹൃത്തുക്കളും, എനിക്ക് പറയാൻ വാക്കുകളില്ല, എനിക്ക് വാക്ക് വേണ്ടില്ല. എല്ലാവർക്കും നന്ദി. ലവ് ലവ് ലവ്.